ഒരു വകയ്ക്ക് കൊള്ളൂല, 10 പൈസക്ക് ഈ പടം കൊള്ളൂല. കാട്ടവരാത് പറഞ്ഞാൽ കാട്ടവരാത്. സൂര്യ മാത്രം കൊള്ളാം. ആകെ ഈ പടത്തിൽ നമുക്ക് ഇത്തിരി കുഴപ്പമില്ല പറയാം. സൂര്യക്ക് വേണ്ടി വേണമെങ്കിൽ ഈ ഒരു പടം ഒരു പ്രാവശ്യം കാണാം. VFX കൊള്ളൂല, മ്യൂസിക് കൊള്ളൂല, അതിന്റെ ആർട്ട് കൊള്ളൂല, ഒരു തേങ്ങയും കൊള്ളൂല പടത്തില്. പാസോ പാസം പാസം അതെയാണ്. വല്ലാത്തൊരു പാസമാണ് ഈ പടത്തില്. ഇത് ദീപാവലിക്ക് പൊട്ടിക്കാൻ വെച്ചിരുന്ന പടക്കമാണ്. ജസ്റ്റ് മിസ് ഇപ്പൊ പൊട്ടി. ഇത് ശിശുദിനത്തിന് പിള്ളേർക്ക് വേണ്ടി ഹാപ്പി ശിശുദിനം. പടക്കം പൊട്ടട്ടെ. ബെല്ലാരി ബോംബുകൾ, പടക്കങ്ങൾ പല സൈസാണല്ലോ പൊട്ടട്ട്. ഇങ്ങനെയെങ്കിലും നാട് രക്ഷപ്പെടട്ടെ. ഇത് രണ്ടാം പാട്ട് ഇറക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അവനെ വിഷം വെച്ച് കൊല്ലണം. വിഷം വെച്ച് തന്നെ കൊല്ലണം. കൊന്നാളയണം. ഇനി പടം ഇറക്കല്ലേ അവൻ. കയ്യ അവന്റെ ആ പട ചരിത്രമൊന്നും മതിയാ. ഇതിനേക്കാളും അണ്ണാത്തയാ വിശ്വാസമോ ഒരിക്കൽ കൂടി ഇട്ടേ കാണായിരുന്നു. എന്നൊരു കാട്ടവരാതം. പടം എടുത്തു വെച്ച രീതി എത്ര പോരാ. ഒരുപാട് ഫൈറ്റായി, ഒരുപാടായി. നമുക്ക് ഇടയ്ക്ക് ഓർക്കം വരുന്ന ഒരു അവസ്ഥ. ഒട്ടും കിട്ടുന്നില്ല. നമുക്കത് കഥേനെ പലപ്പോഴും മനസ്സിലാവുന്നില്ല. ഡയലോഗ്സ് ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് കണക്ട് ആവുന്നില്ല. നമുക്കൊരു ഫീൽ ചെയ്യുന്നില്ല. ശിവ പടത്തിൽ നിന്നും എൻട്രി വ്യത്യസ്തമായിട്ടൊരു പടമാണ്. പിന്നെ പാസം ഉണ്ട്, എന്നിരുന്നാൽ പോലും ഒരു വ്യത്യസ്ത പടം. ഒരു എലമെന്റ് പോലും ഞങ്ങൾ എല്ലാരും തിയേറ്ററിനകത്ത് ഉറക്കുമായിരുന്നു. ആരും പടം കണ്ടതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പണം നമ്മളെ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ഇതുമില്ല. കാരണം പണം ഭയങ്കര മോശമായി പോയി. 480 രൂപ കൊടുത്ത് തന്നെ ടിക്കറ്റ് എടുത്ത് വന്ന് പണം കണ്ട സൂര്യൻ്റെ പടം അത്രയും ഹൈപ്പായിട്ടുള്ള കാര്യം. സത്യം പറയാല്ലേ, ആ 480 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു മാംഗോ ചില്ലി 460 രൂപ ഒരു മാംഗോ ചില്ലിയും 2 മുട്ടയും വാങ്ങിച്ച് സത്യമായിട്ട് അടിപൊളിയായിട്ട് നല്ല കിറിയെങ്കിലും ഇരുന്ന് ഉറങ്ങായിരുന്നു. എന്തോന്ന് എല്ലാവരും ഉറക്കുമായിരുന്നു. മിക്ക ആൾക്കാരും എൻ്റെ കൂടെ ഇരുന്ന കുട്ടിയൊക്കെ ഇരുന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങണമായിരുന്നു. കുറെ കൂപ്പും വിളിയും തന്നെയാണ്. ഭയങ്കര സൂര്യന്റെ കരിയറിലെ ഈ ഡയറക്ടർ വെറും മോശം. നമ്മളെ കുറ്റം എന്താ കാർത്തിനെ കൊന്നളഞ്ഞ്. നല്ലൊരു കാർത്തിനെ സൂര്യാണെന്നൊക്കെ വെറും നശിപ്പിച്ചളഞ്ഞ ഡയറക്ടർ ശിവ. എന്നിട്ട് അവന്റെ പട്ടി ഷോയും കൂടെ കണ്ണാടി വെച്ചാൽ ശിവ കൊള്ളായിരിക്കും, ഫസ്റ്റ് കൊള്ളൂല. എനിക്കൊരു ആവറേജ് സ്ക്രിപ്റ്റാണ് മെയിനായിട്ട് ഡൗൺ ആയിപ്പോയത്. പിന്നെ 3Dയും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വിഷ്വൽസ് എല്ലാം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡും ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ വീക്കായിപ്പോ ഒരു സ്ക്രിപ്റ്റ് വെച്ച് ഇവർക്ക് അടിപൊളിയാക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട്. അതാണ് പറ്റിപ്പോയത്. അല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിരുന്നു, അതൊക്കെ കൊള്ളാം. പിന്നെ അവസാനത്തെ 20 മിനിറ്റ്സും കൊള്ളാം. പക്ഷെ സ്ക്രിപ്റ്റ് സ്ഥിരം കണ്ട സാധനം കണക്ഷൻ കിട്ടുന്നില്ല. ജസ്റ്റ് വൺ ടൈം തിയേറ്ററിൽ വന്ന് കാണാൻ കൊള്ളാം, മോശമെന്നല്ല. ടെക്നിക്കൽ സൈഡെല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റ് ശിവയുടെ സ്ഥിരം സാധനം ആണ് പറ്റിപ്പോയത്. കണ്ട സിനിമയുടെ അത് തന്നെ സ്ഥിരം സാധനം, അതാണ് പറ്റിപ്പോയി. 2 വർഷത്തിന് ശേഷം ഒരു നല്ല പടമെന്ന് പ്രതീക്ഷിച്ചാണ് ഇരുന്നത്. ഭയങ്കര മോശമായി പോയി. പടത്തിന്റെ കോൺസെപ്റ്റ് കുറച്ചും കൂടെ വർക്ക് ചെയ്തിരിക്കാം. കാണാൻ പറ്റൂല. ഫ്ലോപ്പായി. വലിയ ഗുമ്മില്ല, കണ്ടോണ്ടിരിക്കാനേ കൊള്ളാവുള്ളൂ. ക്ലൈമാക്സ് കുഴപ്പമില്ല, അത്ര വലിയ. ലാസ്റ്റത്തെ സസ്പെൻസ് കൊള്ളാം, അത്രേ ഉള്ളൂ. എല്ലാരും കാണണം. അങ്ങനെയൊന്നും ഇല്ല, അത്ര വലിയ ഇതൊന്നും ഇല്ല. പടം കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ ശിവയുടെ ഒരു പാസം, പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രാചീന കാലം, എല്ലാം കൂടെ കൊള്ളാം. സൂര്യയുടെ ഒരു സിംഗിൾ മാസ് പടം. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് സൂര്യയുടെ ഒരു സിംഗിൾ മാസ്, ഒറ്റയ്ക്കുള്ള ഒരു മാസ് മാത്രമായിട്ടുള്ള ഒരു പടം. നല്ല കുഴപ്പമില്ല. വിഷ്വലാണെങ്കിലും ബോറൊന്നുമില്ല, എങ്കിലും കണ്ടോണ്ടിരിക്കാൻ പടം. ഒരു ക്യാമിയോ റോളൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എങ്കിലും വെയിറ്റ് ചെയ്യാം. അതിന് സെക്കൻഡ് പാർട്ടി തന്നെ അറിയണം എന്ത് പറഞ്ഞു. കുഴപ്പമില്ല.